രാജേന്ദ്രൻ, ജെയ്ഷെ മുഹമ്മദിന് വലിയ തിരിച്ചടി. ഇന്ത്യക്ക് വലിയ കാലങ്ങളിൽ വലിയ പ്രഹരം നൽകിയ ഭീകരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടത്തിയ ആക്രമണത്തിലാണോ കൊല്ലപ്പെട്ടത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്? ലഭ്യമായിട്ടില്ല. പക്ഷേ നമുക്കിപ്പോൾ ദേശീയ മാധ്യമങ്ങളെല്ലാം ഒരു തലക്കെട്ട് വാർത്തയെ കൊടുക്കുന്നത് ഇതാണ്: മൗലാന അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടിരിക്കുന്നു. മൗലാന അബ്ദുൾ റൌഫ് അസറിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, ഒന്ന്, ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡറാണ്. മൗലാന മസൂദ് അസറിൻ്റെ സഹോദരനാണ്. സർവോപരി വളരെ നമ്മളേറെ ചർച്ച ചെയ്യപ്പെട്ട, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വളരെ കരിനിഴലായെല്ലാം കരുതുന്ന ഒരു കാണ്ഡഹാർ വിമാന റാഞ്ചലിന് പിറകിലെ മുഖ്യ സൂത്രധാരനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൊടും ഭീകരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കൊടും ഭീകരൻ അന്ന് ഈ കണ്ഡഹാർ വിമാനം റാഞ്ച് ചെയ്തതിന് ശേഷം അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് താലിബാനുമായി ബന്ധപ്പെട്ടെല്ലാം പ്രവർത്തിച്ചിരുന്നു. അത് കഴിഞ്ഞ് നേരെ പാകിസ്ഥാനിലോട്ട് പോയി പാക് അധീന കാശ്മീരിനകത്ത് അവിടുത്തെ ഒളിത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ നിയന്ത്രിക്കുന്ന ഒരു നേതാവായിരുന്നു. രാജേന്ദ്ര, ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഈ മസൂദ് അസർ തന്നെ പറഞ്ഞിരുന്നു, ഈ കുടുംബത്തിലെ 14 അംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. അതിൽ തന്നെ പരിക്കേറ്റവരിൽ പരിക്കേറ്റവരിൽ ഒരാളായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന റൌഫ് അസർ എന്ന് പറയുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ റൌഫ് അസറും കൊല്ലപ്പെട്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ റൌഫ് അസറിൻ്റെ ഭാര്യ, മകൻ എന്നിവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. മകൻ ഹുസൈഫ എന്ന് പറയുന്ന ആ മകനും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് നേരത്തെ തന്നെ പുറത്തു വരുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നടത്തിയ ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടു. അതിന് പിന്നാലെ പരിക്കേറ്റിരുന്ന ആളാണ് ഈ റൌഫ് അസൂർ. ഇപ്പോൾ ഈ പരിക്ക് ഗുരുതരമായിരുന്നു. അതിനെ തുടർന്നാണ് കൊല്ലപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ കണ്ഡഹാർ വിമാന റാഞ്ചലുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ അക്കാലങ്ങളിൽ വെള്ളം കുടിപ്പിച്ച പ്രധാനപ്പെട്ട ഭീകരിൽ ഒരാൾ, ജെയ്ഷെ ഭീകരർ, അതായത് മുഹമ്മദ് അസറിൻ്റെ പ്രധാനപ്പെട്ട അനുയായി, അനുജൻ എന്നർത്ഥത്തിൽ തന്നെ പറയുന്നയാൾ, വലിയ തരത്തിലുള്ള തിരിച്ചടി ജെയ്ഷയ്ക്ക് കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. തീർച്ചയായിട്ടും ഈ റൌഫ് അസറിൻ്റെ ഇപ്പോഴത്തെ ചുമതല എന്ന് പറഞ്ഞാൽ പ്രധാനമായും പരിശീലനം നൽകുക എന്നതാണ്. ജെയ്ഷെ മുഹമ്മദിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന പുതിയ ഭീകരർക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകുക, ആയുധ പരിശീലനം നൽകുക. ഈ ചുമതലയാണ് സമീപകാലത്തായി മൗലാന മസൂദ് അസർ, അതിൻ്റെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും വലിയ നേതാവായ മൗലാന മസൂദ് അസർ റൌഫ് അസറിനെ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ റൌഫ് അസറാണ് ഈ പാക് അധീന കാശ്മീരിലെല്ലാം തന്നെ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഭീകരപ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെല്ലാം വലിയ ഭീഷണിയായിരുന്ന ഒരു നേതാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ ഭീകരവിരുദ്ധ പോരാട്ടം നടത്തുന്ന ഇന്ത്യക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ അതൊരു നേട്ടമാണെന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ളൊരു കൊടും ഭീകരനെ ഇല്ലാതാക്കാൻ സാധിച്ചിരിക്കുന്നു. മൗലാന മസൂദ് അസർ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞത് കാര്യം, തൻ്റെ കുടുംബത്തിലെ നിരവധി പേർ കൊല്ലപ്പെട്ടു എങ്കിൽ പോലും ഒരിക്കലും തന്നെ ഇല്ലാതാക്കാനാവില്ല, ജെയ്ഷെ മുഹമ്മദിനെ ഇല്ലാതാക്കാനാവില്ല. തനിക്ക് ഇതിനകത്ത് കുറ്റബോധമൊന്നുമില്ല, ജെയ്ഷെ മുഹമ്മദിനെ ഇല്ലാതാക്കാനാവില്ല. കാരണം ഇനിയും എത്രയോ പേർ അവരുടെ ദൗത്യം ഏറ്റെടുക്കാനായി രംഗത്തുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇതിൻ്റെ അവരുടെ ഈ ഒരു മുഹമ്മദ് എന്ന സംഘടനയുടെ ഒരു മാസ്റ്റർ ബ്രെയിനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു കണ്ഡഹാർ വിമാന റാഞ്ചിൽ മാത്രമല്ല, നമ്മുടെ പാർലമെൻറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഒരു അബ്ദുൾ റൌഫ് അസറിൻ്റെ പങ്കുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ കുറേ കാലമായി മൗലാന മസൂദ് അസർ, അതിൻ്റെ നമ്പർ 1 നേതാവായ മൗലാന മസൂദ് അസർ ആയിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാന ഒരു ബുദ്ധികേന്ദ്രം. മൗലാന മസൂദ് അസർ ഈ പദ്ധതികളെല്ലാം തയ്യാറാക്കുന്നു. ഇവിടെയാണ് ഭീകരാക്രമണങ്ങൾ നടത്തേണ്ടത്, അതെങ്ങനെ നടപ്പിലാക്കണം, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്പർ 1 നേതാവായ മൗലാന മസൂദ് അസർ തയ്യാറാക്കുമ്പോൾ ഇത് നടപ്പിലാക്കാൻ ഇതിൻ്റെ ഒരു നിർവഹണ ദൗത്യം ഏറ്റെടുത്തിരുന്നത് ഈ മൗലാന മസൂദ് അസറിൻ്റെ സഹോദരനായ അബ്ദുൾ റൌഫ് അസറിന്. അപ്പോൾ അബ്ദുൾ റൌഫ് അസർ ഓരോ പദ്ധതികൾ അവരോരോ ഭീകരാക്രമണങ്ങൾ തയ്യാറാക്കുമ്പോഴും അതിനാരൊക്കെയാണ് അത് നിർവഹിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഭീകരർ, ആ ചെറുപ്പക്കാരാരൊക്കെയാണെന്ന് അവരെ കണ്ടെത്തി അവർക്ക് അതിന് രാജേന്ദ്രൻ, ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഇന്നലെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മസൂദ് അസർ പറഞ്ഞത് തൻ്റെ കുടുംബത്തിലെ 10 പേരും 4 അനുയായികളും കൊല്ലപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അതിൽ തന്നെ പറഞ്ഞിരുന്ന അദ്ദേഹം വ്യക്തമാക്കിയത്, മസൂദ് അസറിൻ്റെ മൂത്ത സഹോദരി, അവരുടെ ഭർത്താവ് അനന്തരവൻ്റെ ഭാര്യ,
മറ്റൊരു അനന്തരവൾ, കുടുംബത്തിലെ 5 കുട്ടികൾ എന്നിവരാണ് മരിച്ചതെന്ന് അസറിൻ്റെതായ പുറത്തു വന്ന പ്രസ്താവനയിൽ പറയുന്നു. പക്ഷേ അവിടെ എവിടെയിൽ പോലും ഈ റൌഫ് അസറിൻ്റെ പേര് എവിടെയും എടുത്തു പറഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്നലെ തന്നെ ഈ മസൂദ് അസർ പറഞ്ഞത് അവരുടെ സമയം അടുത്തിരിക്കുന്നു, തനിക്കിതിൽ ഖേദമോ നിരാശയോ ഇല്ല, പകരം അവരോടൊപ്പം ആ യാത്രയിൽ താനും ചേരണമായിരുന്നു എന്നാണ് തോന്നുന്നതാണ്, അവർക്ക് പോകേണ്ട സമയം വന്നു എന്നും അസറിൻ്റെതായ പുറത്തു വന്ന പ്രസ്താവനയിലുണ്ട്. ഇന്നലെ നടന്ന സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി മസൂദ് അസർ എല്ലാവരെയും ക്ഷണിച്ചു. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇന്നലെ വരെ ഈ റൌഫ് അസർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഗുരുതര പരിക്കേറ്റ് കിടക്കുകയായിരുന്നു റൌഫ് അസർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇന്നലെ വളരെ കൃത്യമായി തന്നെ മസൂദ് അസർ പറഞ്ഞു ആരൊക്കെയാണ് കൊല്ലപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ അടക്കം എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇന്നലെ തന്നെ ഒരു നിരാശയുടെ സ്വരം മസൂദ് അസറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു, മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്തു. അപ്പോൾ വലിയ തിരിച്ചടി ജയ്ഷയ്ക്ക് കിട്ടിയിരിക്കുന്നു. അതുതന്നെയാണ് ഈ റൌഫ് അസറിൻ്റെ ഈ കൊലപാതകത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ ഈ റൌഫ് അസറിൻ്റെ ഈ ഒരു ഈ റൌഫ് അസറിനെ കൊലപ്പെടുത്തിയതോടുകൂടി ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ ഒരു നിലനിൽപ്പ് തന്നെ പൂർണ്ണമായിട്ടും അത് തന്നെ ഇല്ലാതാവുകയാണെന്ന് പറയാം. കാരണം എന്തെന്നാൽ ഇപ്പോൾ കശ്മീരിനെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്തെന്നാൽ ഈ കശ്മീരിലെ മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരും ജനങ്ങളും ഈ ഭീകരവാദത്തിനെതിരാണ്. അവർക്ക് ഈ അക്രമത്തിൻ്റെ പാതയോട് അവർക്ക് യോജിപ്പില്ല. പക്ഷേ സംഭവിക്കുന്നത് എന്തെന്നാൽ പാക്-അധീന കാശ്മീരിൽ അവിടുത്തെ യുവാക്കളെ ഇതേപോലെ തന്നെ ഈ മൗലാന മസൂദ് അസറും അതുപോലെ റൌഫ് അസറും എല്ലാം തന്നെ അവർക്കിടയിൽ ഈ ഒരു വിഷം കുത്തിവെച്ച് അവരെ ആകർഷിക്കുന്നു. ഈ കശ്മീരിൽ താല്പര്യമുള്ള ആ ഒരു ചെറിയ വിഭാഗം ചെറുപ്പക്കാർ അവരെ നേരെ ഇങ്ങോട്ട് POKയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് ഇതിനുള്ള പരിശീലനം നൽകുന്നു. അപ്പോൾ ഇതിന് ഒന്ന് ആവശ്യമായ പരിശീലനം നൽകാൻ സാധിക്കണം. ആയുധത്തിൻ്റെ കാര്യത്തിലും പണത്തിൻ്റെ കാര്യത്തിലും അവർക്കൊരു പ്രശ്നമില്ല, അതെല്ലാം തന്നെ പാകിസ്ഥാൻ നൽകും. പിന്നെ ഇവരെ ഇതിലേക്ക് അങ്ങോട്ട് ഭീകരവാദത്തിലേക്ക് അങ്ങോട്ട് ഇവരെ ആകർഷിക്കണം. അപ്പോൾ അത് ആകർഷിക്കണമെങ്കിൽ തന്നെ അവർക്ക് അവരുടെ ഒരു സുരക്ഷിതത്വം, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇവിടെ എല്ലാം സുരക്ഷിതമാണെന്ന രീതിയിൽ സുരക്ഷിതമായ താവളങ്ങൾ ഒരുക്കുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഇനി ആരും തന്നെ ഇത് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഇതൊന്നും സുരക്ഷിതമല്ല എന്നൊരു ധാരണ ഈ POKയിലെല്ലാം തന്നെ ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ ആകർഷരാകുന്ന ചെറുപ്പക്കാർക്കിടയിലുണ്ടാവും. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് റൌഫ് അസറിൻ്റെ ഈ ഒരു കൊലപാതകം, ഈ മരണം എന്ന് പറയുന്നത്. ശരിക്കും രാജേന്ദ്രൻ, ഒരുപക്ഷെ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ